ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മോര് കാച്ചിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. അതുപോലെ ചോറിനൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. മോര് കാച്ചിയതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഇനി ഇതൊരു ബീറ്ററോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് കട്ടിയുള്ള തൈരാണെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടും അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ തൈര് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കണം. അതിനായിട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തൈര് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. നല്ലതുപോലെ ലൂസായിരിക്കണം. അപ്പോൾ നിങ്ങളെടുക്കുന്ന തൈരിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് വെള്ളം ചേർക്കുന്നതിൽ മാറ്റം വരാം. ഞാനിവിടെ 2 കപ്പ് തൈരിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 1-1.5 കപ്പോ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മോരൊന്ന് കാച്ചാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഓവർ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ലോയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു 10 സെക്കൻഡ് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഒരു 12ഓളം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം സവാള ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതിയോളം ഉപയോഗിച്ചാലും മതിയാവും. ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 15 സെക്കൻഡ് നേരത്തോളം ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മോരിന് നല്ല മഞ്ഞ കളർ ഉണ്ടാവും. 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ച ചുവയൊന്ന് മാറുന്നത് വരെ ഒരു 10 സെക്കൻഡ് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് പോയി കഴിഞ്ഞാൽ പിരിയാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഈ തൈരൊന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് കുറവാണെങ്കിൽ അല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കറി നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്, തിളച്ചൊന്നും പോയിട്ടില്ല. അതുപോലെ ഉപ്പും എരിവും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക.